ഹലോ, ഗുഡ് മോർണിംഗ് ആൾ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിജാസ് ഇക്കണോമിക് ക്ലാസ്സസ്. അടുത്തായിട്ട് നിങ്ങളോട് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബജറ്റ് ലൈനിനെ കുറിച്ചിട്ടാണ്. എന്താണ് ബജറ്റ് ലൈൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? അതിനൊരു ഇക്വേഷൻ വരുന്നുണ്ട്. P1x1 പ്ലസ് P2x2 ഇസ് ഈക്വൽ ടു എം. നമ്മൾ ബജറ്റ് സെറ്റിലെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്നത് അവിടെ ഈക്വൽ ടു എന്നുള്ളതാണ് അതിൽ വരുന്ന ഒരു വ്യത്യാസം. ബജറ്റ് സെറ്റും ബജറ്റ് ലൈനും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ബജറ്റ് ലൈനിൽ നമ്മൾ പറയുന്നത് ഒരു ഉപഭോക്താവിന് തന്റെ വരുമാനം മുഴുവനായിട്ട് ഉപയോഗിച്ചുകൊണ്ട് പൂർണ്ണമായി ചെലവഴിച്ചുകൊണ്ട് വാങ്ങാൻ സാധിക്കുന്ന ബണ്ടിലുകളുടെ കൂട്ടത്തെയാണ് ഇവിടെ ബജറ്റ് ലൈനിൽ നമുക്ക് കാണിക്കാനായിട്ട് സാധിക്കുക. നേരത്തെ ഇക്വേഷനിൽ പറഞ്ഞ പോലെ തന്നെ P1 എന്ന് പറയുന്ന ഒന്നാമത്തെ വസ്തുവിന്റെ വില, X1 എന്ന് പറയുന്നത് ഒന്നാമത്തെ വസ്തുവിന്റെ അളവ്, P2 എന്ന് പറയുന്നത് രണ്ടാമത്തെ വസ്തുവിന്റെ വില, X2 എന്ന് പറയുന്നത് രണ്ടാമത്തെ വസ്തുവിന്റെ അളവ്, M എന്ന് പറയുന്നത് പണവരുമാനം. ഇവിടെ തുല്യമായിട്ട് ചെലവഴിക്കാവുന്ന ബണ്ടിൽ എന്നാണ് ബജറ്റ് ലൈനിൽ നമുക്ക് കാണിക്കാൻ സാധിക്കുന്നത്. ബജറ്റ് ലൈനിന്റെ നമുക്ക് ഡയഗ്രം നോക്കുകയാണെങ്കിൽ അത് സ്ലോപ്സ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കും. ഇടത്തുനിന്ന് വലത്തോട്ട് ചെരിഞ്ഞു താഴുന്ന ഒന്നായിരിക്കും. അതിൽ നമുക്ക് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും അതുപോലെ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും കാണാനായിട്ട് സാധിക്കും. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OX ലൈനാണ് വരുന്നത്. അപ്പോൾ അതിന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. M/P1 എന്നാണ് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റിലെ ഇക്വേഷൻ വരുന്നത്. അതുപോലെ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റിലെ ഇക്വേഷൻ വരുന്നത് M/P2 എന്നാണ്. M എന്ന് പറയുന്നത് പണവരുമാനമാണ്. അപ്പോൾ 20 ആണെന്ന് കരുതുക. പണവരുമാനം 20 രൂപ. അപ്പോൾ P1 എന്ന് പറയുന്നത് 5 ആണെങ്കിൽ 20/5, അപ്പോൾ എത്ര വന്നു? 4 വന്നു. അതുപോലെ തന്നെ M/P2 എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റിനെ കാണിക്കാനുള്ള ഇക്വേഷൻ ആണ്. അപ്പോൾ 20/5 തന്നെയാണ് അവിടെയും വരുന്നത്. അപ്പോൾ എത്ര വന്നു? 4 വന്നു. അപ്പോൾ നമുക്ക് OX അക്ഷവും OY അക്ഷവും വരച്ചതിന് ശേഷം X അക്ഷത്തിൽ നമ്മൾ 4 വരെ അടയാളപ്പെടുത്തുക, Y അക്ഷത്തിൽ നമുക്ക് 4 വരെ മാത്രം അടയാളപ്പെടുത്തിയാൽ മതിയാവും. ഇടത്തു നിന്നും വലത്തോട്ട് ചെരിഞ്ഞു താഴുന്ന 4ൽ നിന്ന് 4ലേക്ക് ഒരു ലൈൻ വരച്ചാൽ അതാണ് ബജറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ബജറ്റ് ലൈൻ മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.